ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ദ ഫയർ ആൻഡ് ദ റെയിൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഗിരീഷ് കർണാട് ഒരു മിത്തോളജിക്കൽ സ്റ്റോറീനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു പ്ലേ ആണ്. നമ്മളിവിടെ അതിൻ്റെ ചെറിയൊരു സമ്മറിയും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കതിൻ്റെ സമ്മറി നോക്കാം. Girish Karnad's play, The Fire and the Rain, is an adaptation of the myth of Yavakri from Mahabharata. മഹാഭാരതത്തിലുള്ള മിത്ത് ഓഫ് യവക്രി എന്ന് പറയുന്ന ഒരു കഥ, ഒരു ഭാഗത്തിൻ്റെ അഡാപ്റ്റേഷനായിട്ടാണ് ഗിരീഷ് കർണാട് ഈ നാടകം എഴുതിയിട്ടുള്ളത്. ദ പ്ലേ ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് ഫ്രം ദ സ്റ്റോറി ടോൾഡ് ഇൻ ഒറിജിനൽ മിത്ത്. ഇനി മഹാഭാരതത്തിലുള്ള ഈ കഥയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് ഗിരീഷ് കർണാട് ഇത് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ രീതിയിലാണ് ആ വ്യത്യാസങ്ങൾ എന്നുള്ളത് നമ്മളിതിൻ്റെ കഥ പറഞ്ഞു പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് പറയാം. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ പ്ലേസ് വേർ ഇറ്റ് ഹാസ് ഇൻ റെയിൻഡ് ഫോർ 10 years. 10 വർഷമായിട്ട് മഴ പെയ്യാത്ത, ആകെ വരണ്ട് കിടക്കുന്ന ഒരു നാട്ടിലാണ് ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദ കിങ് സജറ്റ്സ് ഓഫറിംഗ് ഫയർ സാക്രിഫൈസസ് ആസ് എൻ ആക്ട് ഓഫ് വർഷിപ്പ് ടു പ്ലീസ് ദ ഗോഡ്സ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ പുരാതന കാലത്ത് നമുക്കറിയാം, യാഗങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ദൈവങ്ങളെ പ്രീതിപ്പെടുത്തി മഴ പെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാഗം നടത്താൻ വേണ്ടിയിട്ടാണ് രാജാവ് തീരുമാനിക്കുന്നത്. പർവസു, ദ സൺ ഓഫ് ദ നോളജബിൾ ബ്രാഹ്മിൺ പ്രീസ്റ്റ് റൈബ്യ, ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ ചീഫ് പ്രീസ്റ്റ് ഫോർ ദിസ് ഫയർ സാക്രിഫൈസ്. ഈ യാഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് പർവസു എന്ന് പറയുന്ന ഒരു ബ്രാഹ്മിൺ പ്രീസ്റ്റിനെയാണ് നിയോഗിക്കുന്നത്. റൈബ്യ എന്ന പേരുള്ള കുറച്ച് പ്രായമായിട്ടുള്ള വളരെ അറിവുള്ള ഒരു പ്രീസ്റ്റിൻ്റെ മകനാണ് ഇയാൾ. റൈബ്യ ഈസ് ഡിസപ്പോയിൻറ്റഡ് ദാറ്റ് ഹിസ് സൺ ഈസ് അപ്പോയിൻറ്റഡ് ഓവർ ഹിം. ഇനി ഈ കഥയിൽ നമ്മൾ കാണുന്നത്, ഈ റൈബ്യ എന്ന് പറയുന്ന ഈ പുരോഹിതന് അയാൾക്ക് പകരം അയാളുടെ മകനെയാണ് ഈ യാഗം നടത്താൻ തിരഞ്ഞെടുത്തത് എന്നുള്ളതിൽ നിരാശനായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഒറിജിനൽ മിത്തിൽ നിന്ന് കർണാട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ കഥയിൽ ഇങ്ങനെ അസൂയുള്ളൊരു കഥാപാത്രമായിട്ടല്ല, വളരെ ജ്ഞാനിയും വിവേകവും ഒരാളായിട്ടാണ് ഈ റൈബ്യയെ അവതരിപ്പിച്ചിരിക്കുന്നത്. കർണാടിൻ്റെ അഡാപ്റ്റേഷനകത്ത് ഇയാൾക്ക് പകരം മകനെ തിരഞ്ഞെടുക്കുന്നതിൽ അയാൾക്ക് അസൂയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. The manager of a company of actors declares their wish to produce a dramatic play for the gods' amusement. ഇനി ഒരു നാടക ട്രൂപ്പിൻ്റെ മാനേജറായിട്ടുള്ള ഒരാൾ ഈ യാഗം നടത്തുന്ന സമയത്ത് അവരുടെ ഒരു നാടകം കൂടി അവതരിപ്പിക്കാമെന്ന് പറയുകയാണ്. യാഗം നടത്തുന്നതിൻ്റെ ഉദ്ദേശം ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു നാടകം അതിൻ്റെ കൂടെ അവതരിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ അതിന് സഹായകമാകുന്നതാണ് ഈ ട്രൂപ്പിൻ്റെ മാനേജർ പറയുന്നത്. ആഫ്റ്റർ കൺസിഡറബിൾ ഡെലിബറേഷൻ ദ ഗ്രൂപ്പ് ഈസ് അലൗഡ് പെർമിഷൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫയർ സാക്രിഫൈസ്. അങ്ങനെ ഒരുപാട് ആലോചനകൾക്ക് ശേഷം അവരെ കൂടി ഈ യാഗത്തിൻ്റെ ഭാഗമാക്കി അവരുടെ ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് നാടകത്തിൻ്റെ ഉള്ളിൽ വേറൊരു നാടകം അവതരിപ്പിക്കുന്ന രംഗവും അവിടെ ലഭിക്കുന്നു. അർവസു, പർവസൂസ് യങ്ങർ ബ്രദർ, ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ബ്രാഹ്മിൺ കസ്റ്റംസ്. ഇനി യാഗത്തിൻ്റെ പ്രധാന ചുമതലക്കാരനായിട്ടുള്ള പുരോഹിതൻ പർവസുവിൻ്റെ സഹോദരനാണ് അർവസു. അയാൾക്ക് ഈ പൂജയിലും അതുപോലെ ബ്രാഹ്മൺ കസ്റ്റംസിലൊന്നും വലിയ താല്പര്യമില്ല. ഹി ബിക്കംസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഫോൾസ് ഇൻ ലവ് വിത്ത് നിത്തലായ് ഹൂ ബിലോങ്സ് ടു എ ട്രൈബ്. ഇയാൾ ഒരു ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഒരു ആക്ടറും അതുപോലെ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി ഇയാൾ തീരുമാനിക്കുന്നു. പിന്നീട് ഇയാൾക്കൊരു പ്രണയം ഉണ്ടാവുന്നുണ്ട്. നിത്തലായ് എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽ പെടുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇയാൾക്ക് പ്രണയം ഉണ്ടാവുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഈ ഒറിജിനൽ മിത്തിൽ നിന്നുള്ള ഡീവിയേഷൻ കാണാം. ഈ മഹാഭാരതത്തിലുള്ള മിത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രണയത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുന്നില്ല. ഇത് ഗിരീഷ് കർണാടിൻ്റെ അഡാപ്റ്റേഷനിൽ ഈ ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ്. യവക്രി, ദെയർ കസിൻ, റിട്ടേൺസ് ആഫ്റ്റർ 10 years ഓഫ് മെഡിറ്റേഷൻ. ഈ സമയത്താണ് പുതിയൊരു കഥാപാത്രം കഥയിലേക്ക് വരുന്നത്. യവക്രി എന്ന് പേരുള്ള ഒരാൾ അവരുടെ കസിനാണ്. ഈ പർവസുവിൻ്റെയും അർവസുവിൻ്റെയും കസിനായിട്ടുള്ള ആളാണ്. ഇയാൾ 10 വർഷത്തെ മെഡിറ്റേഷന്, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തപസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പുരാണത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ 10 വർഷത്തെ തപസ്സിന് ശേഷം അയാൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആൻഡ് അറ്റൈനിങ് പവർ ആൻഡ് നോളജ്. ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ട് അയാൾക്ക് വേദങ്ങളുടെ മുഴുവൻ അറിവും ലഭിച്ചിട്ടുണ്ട്, അതുപോലെ ശക്തിയൊക്കെ അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്.
ഹി ബിലീവ്സ് ദാറ്റ് പർവസു ഈസ് അൺഫിറ്റ് ടു ബി ദ ഹൈ പ്രീസ്റ്റ്. ആൾ കരുതുന്നത് പർവസുവിനെയാണ് ഈ യാഗം നടത്താൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അവന് അതിനുള്ള അർഹതയൊന്നുമില്ല, ഞാനാണ് അവനേക്കാളും വലിയ ആൾ എന്നുള്ളൊരു ചിന്തയാണ് ഇയാൾക്കുള്ളത്. ഹി പ്ലാൻസ് ഓഫ് റിവെഞ്ച് ബൈ സെഡ്യൂസിങ് ഹിസ് വൈഫ് വിശാഖ. ഇയാൾ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഈ പർവസുവിൻ്റെ ഭാര്യയായിട്ടുള്ള വിശാഖയെ വശീകരിക്കാനാണ് ഇയാൾ തീരുമാനിക്കുന്നത്. ഡിസ്പൈറ്റ് അറ്റൈനിങ് നോളജ് ഹി ഡസ് നോട്ട് ബിഹേവ് ഓർ കമ്മ്യൂണിക്കേറ്റ് ഇൻ എ പ്യുവർ ഓർ എൻലൈറ്റൻഡ് വേ. 10 വർഷത്തെ തപസ്സും മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞിട്ട് അറിവ് നേടിയിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അത്തരം അറിവൊന്നും ഇയാളുടെ വാക്കുകളിലും പ്രവൃത്തിയിലൊന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഇനി ഇവിടെയുള്ളൊരു ഡീവിയേഷൻ എന്ന് പറയുന്നത്, ഒറിജിനൽ മിത്തിനകത്ത് മഹാഭാരതത്തിനകത്ത് യവക്രി എന്ന് പറയുന്നത് പർവസുവിൻ്റെ കസിനായിട്ടല്ല, മറിച്ച് പർവസുവിൻ്റെയും യവക്രിയുടെയും പിതാക്കന്മാർ സുഹൃത്തുക്കളായിട്ടാണ് മഹാഭാരതത്തിൽ കാണിക്കുന്നത്. പക്ഷേ ഗിരീഷ് കർണാടിൻ്റെ അഡാപ്റ്റേഷനിൽ ഇവർ രണ്ടുപേരുടെയും പിതാക്കൾ സഹോദരങ്ങളായിട്ടും ഇവർ കസിൻസുമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ദ ഫാദർ പ്രീസ്റ്റ് റൈബ്യ ക്രിയേറ്റ്സ് എ ഡെമൺ ടു മർഡർ യവക്രി. ഈ യവക്രി ഇങ്ങനെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇവർക്കെതിരെ പ്രതികാരമായിട്ട് നടക്കുന്ന സമയത്ത് റൈബ്യ, ഈ പർവസുവിൻ്റെയും അർവസുവിൻ്റെയും പിതാവായിട്ടുള്ള ആൾ, ഒരു ഡെമൺ, ഒരു രാക്ഷസിനെ, ഒരു ബ്രഹ്മരാക്ഷസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് യവക്രീനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹവവർ യവക്രി ഹാഡ് അറ്റൈൻഡ് എ പവർ ടു കീപ്പ് എവേ ഹാം. പക്ഷേ യവക്രി 10 വർഷത്തെ തപസ്സൊക്കെ കഴിഞ്ഞിട്ട് വരും, നമുക്കറിയാം അയാൾക്ക് അപകടം വരാതിരിക്കാനുള്ള ഒരു മാർഗമുണ്ട്. ഹി ഓൺലി ഹാഡ് ടു ഡ്രിങ്ക് വാട്ടർ ടു കീപ്പ് അപ്പ് ദ പവർ. ആ ശക്തി നിലനിർത്താൻ വേണ്ടി അയാൾക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വിശാഖ റിയലൈസിങ് യവക്രി വാസ് യൂസിങ് ഹെർ ഫോർ റിവെഞ്ച്. ഈ വിശാഖ ഈ സമയത്ത് മനസ്സിലാക്കുകയാണ്, പർവസുവിൻ്റെ ഭാര്യയാണ് വിശാഖ, തന്നെ ഇയാൾ വശീകരിച്ചിട്ടുള്ളത് പർവസുവിനെതിരെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് എംറ്റീസ് ദ പോട്ട് ഓഫ് ഹോളി വാട്ടർ. ഇവളാണ് ആ ഹോളി വാട്ടർ, പുണ്യജലം നിറച്ചിട്ടുള്ള പാത്രം ശൂന്യമാക്കിയിട്ട് അതിലത്തെ വെള്ളം കളഞ്ഞുകൊണ്ട് ഇയാളുടെ ശക്തി പോട്ടെ എന്ന് കരുതുന്നത്. യവക്രി ഈസ് ചേസ്ഡ് ഡൗൺ ബൈ ദ ഡെമൺ ആൻഡ് കിൽഡ്. എന്നിട്ട് യവക്രീനെ കൊല്ലാൻ വേണ്ടി ബ്രഹ്മർഷസ് വരുന്ന സമയത്ത് ഇയാൾ വെള്ളം എവിടുന്നേലും കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന രംഗമുണ്ട്. പക്ഷെ നമുക്കറിയാം 10 വർഷമായിട്ട് മഴ പെയ്യാത്തൊരു സ്ഥലമാണ്, ആൾക്ക് ഇങ്ങനെ ഓടി നടന്നിട്ട് വെള്ളമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഈ ബ്രഹ്മർഷസ് ഈ യവക്രീനെ വധിക്കുകയാണ്. ഇവിടെയും ചെറിയൊരു ഡേവിയേഷൻ വരുന്നത്, ഒറിജിനൽ മഹാഭാരതത്തിലെ കഥയ്ക്കകത്ത് ഈ വിശാഖ ഈ വെള്ളം കളയുന്നൊരു രംഗമില്ല. പകരം നമ്മുടെ റൈബ്യ തന്നെ വിശാഖയുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അവൾ പോയിട്ടാണ് ഈ വെള്ളം കളയുന്നത് മഹാഭാരതത്തിനകത്ത് കഥയിൽ. പക്ഷേ ഗിരീഷ് കർണാടിൻ്റെ ഈ അഡാപ്റ്റേഷനകത്ത് വിശാഖ പ്രതികാരത്തിന് വേണ്ടിയാണ് തന്നെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇയാളുടെ വെള്ളം എടുത്ത് കളയുന്ന ഒരു രംഗം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. Arvasu decides to declare his intention to marry Nithalai to her father and the elders of her tribe. ഈ സമയത്ത് അർവസു നിത്തലായിനെ വിവാഹം ചെയ്യാനുള്ള അയാളുടെ താല്പര്യം അവളുടെ അച്ഛനോടും അതുപോലെ അവളുടെ ഗോത്രത്തിലെ മറ്റ് ലീഡേഴ്സിനോടും പറയാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഈ ട്രൈബിലെ ഒരു കസ്റ്റം അനുസരിച്ചിട്ട് വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇതുപോലെ എനിക്ക് ഇവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയണം, അവളുടെ പിതാവിനോട് പറയണം എന്നുള്ളതാണ് അവരുടെ കസ്റ്റം. ഇയാൾക്ക് ബ്രാഹ്മണായിട്ട് ജീവിച്ചു വന്നിട്ടുള്ള ഇയാൾക്ക് ചെറിയൊരു പ്രശ്നം കയ്യിൽ തോന്നുന്നുണ്ടെങ്കിലും ഇയാളത് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ ഹവവർ ഹി കുഡ് നോട്ട് റീച്ച് ദർ അറ്റ് ടൈം ബിക്കോസ് ഓഫ് യവക്രീസ് ഡെത്ത്. പക്ഷേ ഇയാൾക്ക് ഈ പറഞ്ഞ് നിശ്ചയിച്ചിട്ട് ഇയാൾ വരും എന്ന് പറഞ്ഞ സമയത്ത് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടെ യവക്രി മരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വീട്ടിലും അയാളുടെ കുടുംബത്തിലുണ്ടാവുന്ന മറ്റു കാര്യങ്ങളും കാരണം കൊണ്ട് അയാൾക്ക് കൃത്യസമയത്ത് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. ദി എൽഡേഴ്സ് ആൻഡ് ദ ഫാദർ ഓഫ് നിത്തലായ് ഡിസൈഡ്സ് ടു ഗിവ് ഹെർ ഇൻ മാരേജ് ടു സമ്മൺ എൽസ്. ഈ സമയത്ത് നിത്തലായുടെ പിതാവും അവരുടെ ട്രൈബിൻ്റെ ലീഡേഴ്സും ചെയ്യുന്നത് വേറൊരാൾ, അവിടെ ഉണ്ടായിരുന്ന വേറൊരാൾക്ക് ഇവളെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ നിങ്ങൾ പഴയ മലയാള സിനിമകളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, വിവാഹത്തിൻ്റെ അന്ന് വധുവോ അല്ലെങ്കിൽ വരനോ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, വിവാഹം മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ വേറെ ആരെങ്കിലും വിവാഹം കഴിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പഴയ കാലത്ത് മലയാള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടായിരിക്കും. പഴയ കാലത്തൊരു കഷ്ടം അങ്ങനെയായിരുന്നു. അതുപോലെ വിവാഹം മുടങ്ങുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായത് കാരണം കൊണ്ട്, ഇയാൾ വരാത്ത കാരണം കൊണ്ട് മറ്റൊരാൾക്ക് നിത്തലായെ വിവാഹം ചെയ്തു കൊടുക്കാനാണ് ഇവിടെ തീരുമാനിക്കുന്നത്. മോർ ഡെത്ത്സ് ആൻഡ് മോർ ട്രാജഡീസ് ഫോളോ. ഇനി അവിടുന്ന് അങ്ങോട്ട് നാടകത്തിൽ കൂടുതൽ മരണങ്ങളും കൂടുതൽ ദുരന്തങ്ങളുമാണ് കടന്നു വരുന്നത്.
Paravasu murders his own father Raibia for disruption of the sacrifice and his inappropriate behavior with Vishaga. വിശാഖയുമായിട്ട് മോശമായിട്ട് പെരുമാറി എന്നുള്ള കാരണം കൊണ്ടും ഈ യാഗം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ള കാരണം കൊണ്ടും യവക്രിയുടെ മരണം മൂലമൊക്കെ യാഗം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളത് മൂലം കൊണ്ടും പർവസു സ്വന്തം പിതാവായിട്ടുള്ള റൈബിയനെ വധിക്കുകയാണ്. Parvasu then tells Arvasu to go back to look over the yajna and cannot leave the sacrifices grounds before the appointed period has passed. ഈ പിതാവിനെ വധിച്ചതിന് ശേഷം ഇയാൾ സഹോദരനായിട്ടുള്ള അർവസുവിൻ്റെ അടുത്ത് യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനുമാണ് പറയുന്നത്. When Arvasu carries out his brother's instructions, he is falsely convicted of murder and nearly killed by beatings. അപ്പോൾ ഇയാളെ അങ്ങോട്ട് പറഞ്ഞയച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അർവസു ആണ് പിതാവിനെ കൊന്ന് എന്നുള്ള രീതിയിൽ ആളുകൾ കരുതുകയും അതിൻ്റെ പേരിൽ ആളുകൾ ഇയാളെ ആക്രമിക്കുകയും ഓൾമോസ്റ്റ് ഇയാളെ തല്ലിക്കൊല്ലുന്നൊരു സാഹചര്യം വരെ ഉണ്ടാവുകയാണ്. The acting manager saves a dying Arvasu, revived by his devoted Nithalai. അപ്പോൾ ഈ ട്രൂപ്പിൻ്റെ മാനേജറായിട്ടുള്ള ആളാണ് ഈ അർവസുവിനെ അവിടുന്ന് രക്ഷിക്കുന്നത്. അതുപോലെ നിത്തലായാണ് ഈ പരിക്ക് പറ്റി കിടക്കുന്ന ഇയാളെ വീണ്ടും ആരോഗ്യത്തിലേക്കും ജീവിതത്തിലേക്കും പരിചരിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇനി ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇതിൽ പർവസു സ്വന്തം പിതാവിനെ വധിക്കുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. മഹാഭാരതത്തിലെ കഥയിൽ ഇവിടെ സ്വന്തം പിതാവിനെ ആക്സിഡൻ്റലി വധിക്കുന്നതായിട്ടാണ്. അറിയാതെ, പിതാവാണെന്ന് അറിയാതെ മാനിൻ്റെ തോല് ധരിച്ചിട്ടുള്ള പിതാവ് മൃഗമാണെന്ന് കരുതിയിട്ട് വധിക്കുന്നതായിട്ടാണ് മഹാഭാരതത്തിലെ കഥയിലുള്ളത്. പക്ഷേ ഗിരീഷ് കർണാടിൻ്റെ അഡാപ്റ്റേഷനകത്ത് സ്വന്തം പിതാവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിതാവിനെ വധിക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കുറ്റം അർവസുവിൻ്റെ മേൽ ആരോപിക്കപ്പെടുകയും അയാൾ ഇതുപോലെ മർദ്ദനത്തിനും മറ്റും ഇരയാവുകയാണ് ഉണ്ടാവുന്നത്. Arvasu, who had been hurt emotionally and physically by his brother, is given a healing touch by Nithalai's compassion and concern in his time of need. അർവസു ഇപ്പോൾ സ്വന്തം സഹോദരനാൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഇയാളുടെ സഹോദരൻ ചെയ്തിട്ടുള്ള കുറ്റം ആരോപിക്കപ്പെടുന്നു. അതുപോലെ അതിൻ്റെ പേരിൽ ഇയാൾക്ക് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ സമയത്ത് നിത്തലായാണ് ഇയാളെ പരിചരിക്കുന്നത്. Arvasu believed that the recent series of events were conspiracy against him for rejecting his caste. അർവസു വിചാരിക്കുന്നത് ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം അർവസിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണെന്നാണ് കരുതുന്നത്. ഈ യവക്രീനെ കൊല്ലുന്നതും അതുപോലെ ഈ പർവസു സ്വന്തം പിതാവിനെ വധിക്കുന്നതുമെല്ലാം അർവസുവിനെതിരെയുള്ള ഗൂഢാലോചന എന്നാണ് കരുതുന്നത്. കാരണം നമുക്കറിയാം യവക്രി മരിക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് കൃത്യസമയത്ത് നിത്തലായിയുടെ ഈ വിവാഹത്തിന് ചോദിക്കുന്ന ചടങ്ങിലേക്ക് ചെല്ലാൻ കഴിയാതിരുന്നത്. അതുപോലെ ഈ മർദ്ദനം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായതും ഈ പർവസ് ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ്. ആ രീതിയിൽ ഈ ഒരു ഗോത്രവർഗത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ ഈ ജാതിയുടെ പ്രശ്നം കാരണം കൊണ്ടാണ് ഇയാൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതാണ് അർവസു ചിന്തിക്കുന്നത്. ഹി ഇൻറ്റൻഡഡ് ടു ഗെറ്റ് റിവെഞ്ച് ഫോർ ദ ബിട്രയൽ ബൈ ഹിസ് ബ്രദർ. അങ്ങനെ സ്വന്തം സഹോദരൻ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് സഹോദരനെതിരെ പ്രതികാരം ചെയ്യണമെന്നാണ് അർവസു കരുതുന്നത്. Nithalai, who was wise, believed that Arvasu's attempt at retaliation would result in more violence. പക്ഷെ നിത്തലായി അവൾക്ക് വിവേകമുണ്ട്. അവൾ പറയുന്നത് ഈ പ്രതികാരത്തിനും മറ്റൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വയലൻസിലേക്കും പ്രശ്നങ്ങളിലേക്കും മാത്രമേ നയിക്കുള്ളൂ എന്നാണ്. ഷീ ഡിസ്കറേജ്ഡ് അർവസു ഫ്രം ദ പ്രപ്പോസൽ. അതിന് പ്രതികാരം ചെയ്യുക എന്നുള്ളൊരു പ്ലാനിൽ നിന്ന് ഇയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിത്തലായി ശ്രമിക്കുകയാണ്. ബട്ട് അർവസു വുഡൻ ലിസൺ ടു ഹെർ വേർഡ്സ്. പക്ഷേ ഈ പ്രതികാരദാഹമായിട്ട് നിൽക്കുന്ന ഇയാൾ അവൾ പറയുന്ന വാക്കുകളൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഡ്യൂറിങ് ഹിസ് പെർഫോമൻസ് ഇൻ ദ പ്ലേ വിത്തിൻ ദ പ്ലേ, ഈ യാഗം നടക്കുന്ന സമയത്ത് അവിടെ ഒരു നാടകം കൂടി ഇവർ അവതരിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് അർവസു വെയറിങ് ദ മാസ്ക് ഓഫ് വൃത്താര, ആ നാടകത്തിൻ്റെ ഒരു കഥാപാത്രമായിട്ടുള്ള വൃത്താരയുടെ മാസ്ക് ധരിച്ചുകൊണ്ട് ഡിപ്പാർട്സ് ഫ്രം ദ പ്ലോട്ട് ടു ഡിസ്ട്രോയ് ദ ടെമ്പിൾ, ആ അഭിനയത്തിൻ്റെ രീതിയിൽ നിന്ന് മാറിയിട്ട് അവിടെ ആ ടെമ്പിളിന് തീ വയ്ക്കുന്നു. മർഡറിങ് പർവസു, അങ്ങനെ സ്വന്തം സഹോദരനായിട്ടുള്ള പർവസുവിനെ അയാൾ കൊല ചെയ്യുകയാണ്. നിത്തലായ്സ് വില്ലേജേഴ്സ് ഡിസ്കവർ ഹെർ ഇൻ ദ ഓഡിയൻസ് ആൻഡ് കിൽ ഹെർ. ഈ സമയത്ത് നിത്തലായുടെ വില്ലേജേഴ്സ്, ഗ്രാമവാസികൾ, അവരുടെ ഗോത്രവിഭാഗത്തിലെ ആളുകൾ
ഇവർ വേറെ വിവാഹം ഒക്കെ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ച ശേഷം ഇയാളുടെ അടുത്തേക്ക് വന്നതിൻ്റെയൊക്കെ പേരിൽ ഒരു ദുരഭിമാന കൊല പോലെ അവളെ കൊല ചെയ്യുകയാണ്. Arvasu is holding a dying Nithalai when the god Indra unexpectedly comes and offers to grant him one desire. ഇങ്ങനെ ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന നിത്തലായെ കയ്യിലെടുത്തുകൊണ്ട് അർവസു ഇരിക്കുമ്പോഴാണ് ഗോഡ് ഇന്ദ്ര, ദൈവം ഇന്ദ്രൻ അവിടേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. കാരണം ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാഗവും അതുപോലെ ഈ നാടകവും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് ഇന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അയാൾക്ക് ഒരു ആഗ്രഹം, ഒരു വരം കൊടുക്കുക എന്ന് പറയുന്ന പോലെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്നാണ് ഇന്ദ്രൻ പറയുന്നത്. അർവസു വാണ്ട്സ് നിത്തലായ് ടു ലിവ്. ഇങ്ങനൊരു ആഗ്രഹം അല്ലെങ്കിൽ വരം ലഭിക്കുമെന്നുള്ള അവസരത്തിൽ സ്വാഭാവികമായിട്ടും നിത്തലായിക്ക് ജീവൻ വരണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. എ റിക്വസ്റ്റ് ലൈക്ക് ദാറ്റ് അക്കോർഡിംഗ് ടു ഇന്ദ്ര വുഡ് ടേൺ ബാക്ക് ടൈം ബട്ട് ഇവഞ്ച്വലി ദ സെയിം തിങ്സ് വുഡ് കീപ്പ് ഹാപ്പനിങ്. പക്ഷേ ഇന്ദ്രൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പ്രശ്നം ജീവൻ ലഭിക്കുന്നതിലൂടെ സമയം പുറകോട്ട് പോവുകയും ജീവനുള്ള കാലത്തിലേക്ക് തിരിച്ചു പോവുകയും പിന്നീട് സമയം കടന്നു വരുമ്പോൾ ഇതേ സംഭവങ്ങൾ തന്നെ ആവർത്തിക്കുമെന്നാണ് ഇന്ദ്രൻ പറയുന്നത്. ദ ഡെമൺ ദാറ്റ് കിൽഡ് യവക്രി ദെൻ അപ്പിയേഴ്സ് ആൻഡ് ബെഗ്സ് അർവസു ടു റിക്വസ്റ്റ് ഇന്ദ്ര ഫോർ ഹിസ് ലിബറേഷൻ. ഈ സമയത്ത് യവക്രിയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ബ്രഹ്മരക്ഷസ് അവിടെ പ്രത്യക്ഷപ്പെടുകയും അയാൾക്കൊരു മോചനം വേണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അർവസു ദെൻ പെറ്റീഷൻസ് ഇന്ദ്ര ഫോർ ദ ഡെമൺസ് റിലീസ്. അപ്പോൾ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വരം ലഭിക്കും എന്നുള്ള അവസരത്തിൽ അർവസു അവസാനം ചെയ്യുന്നത് ആ ഒരു ഡെമണിൻ്റെ ബ്രഹ്മരക്ഷസിൻ്റെ മോചനം കൊടുക്കാനാണ് ഇന്ദ്രനോട് അയാൾ ആവശ്യപ്പെടുന്നത്. ക്ലെയിമിംഗ് ദാറ്റ് നിത്തലായ് വുഡ് ഹാവ് ചോസൺ ദ സെയിം ഡിസിഷൻ. നിത്തലായും ഇതേ തീരുമാനം തന്നെ എടുക്കുമായിരിക്കും എന്നാണ് അർവസു പറയുന്നത്. ദ റെയിൻ ഫൈനലി അറൈവ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ പ്ലേ. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം അവസാനം ആ യാഗത്തിനെല്ലാം ശേഷം അവിടെ മഴ പെയ്യുന്നത് കൂടിയിട്ടാണ് ഈ നാടകം അവസാനിക്കുന്നത്. സോ ഇതിൽ നമ്മൾ കാണുന്നത് ഒരു മിത്തോളജിക്കൽ സ്റ്റോറിയിൽ നിന്നുള്ള അഡാപ്റ്റേഷനാണ്. ഇവിടെ ജാതികളും അതുപോലെ സംസ്കാരങ്ങളും തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നുള്ളൊരു കൺസെപ്റ്റ്. നമ്മുടെ ഈ യവക്രിയെ പോലുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് അറിവ് നേടിയിട്ടും അവരുടെ പെരുമാറ്റത്തിൽ അത് കാണുന്നില്ല തുടങ്ങിയിട്ടുള്ള തീമുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലേക്കകത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് ദി ആക്ടർ മാനേജേഴ്സ് പ്ലീ ടു ദ ചീഫ് പ്രീസ്റ്റ് ഓഫ് ദ ഫയർ സാക്രിഫൈസ്? ഈ ആക്ടർ മാനേജർ അല്ലെങ്കിൽ ഈ ട്രൂപ്പിൻ്റെ മാനേജർ എന്താണ് ഈ പ്രീസ്റ്റിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്? ദി ആക്ടർ മാനേജർ പ്ലെഡഡ് ടു ദ ചീഫ് പ്രീസ്റ്റ് പർവസു ഫോർ പെർമിഷൻ ടു പ്രസൻറ്റ് എ പ്ലേ അറ്റ് ദ ഫയർ സാക്രിഫൈസ്. ഈ ഫയർ സാക്രിഫൈസിൻ്റെ അല്ലെങ്കിൽ യാഗം നടക്കുന്ന സമയത്ത് ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകം അവതരിപ്പിക്കാനുള്ള അവസരം തരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വൈ വാസ് അർവസു അപ്രഹെൻസീവ് ഓഫ് ഹിസ് ഇംപെൻഡിങ് മീറ്റിംഗ് വിത്ത് നിത്തലായ്സ് ട്രൈബ്സ്മെൻ? നിത്തലായുടെ ട്രൈബ്സ്മെൻ, അവരുടെ പിതാവും അതുപോലെ തന്നെ ആ ഗോത്രത്തിലെ മുതിർന്ന ആളുകളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചിട്ട് ഇയാൾക്ക് എന്തായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നത്? Arvasu was anxious about the meeting with the Nithalai's tribesmen due to differences in customs and the impending declaration of his intention to marry Nithalai. സ്വാഭാവികമായിട്ടും വിവാഹാലോചന നടത്താൻ വേണ്ടിയിട്ടാണ് അയാൾ പോകുന്നത്. അതിൻ്റെ ടെൻഷൻ സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. മാത്രമല്ല ഇയാളുടെ ബ്രാഹ്മിൻ കസ്റ്റംസും ട്രൈബിൻ്റെ കസ്റ്റംസും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് അയാൾക്ക് അനുഭവം ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടൊക്കെയാണ് അയാൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. വൈ ഡിഡ് യവക്രി സ്പെൻഡ് 10 years in the jungle? എന്തിനാണ് യവക്രി കാട്ടിൽ 10 വർഷം കഴിഞ്ഞത്? യവക്രി സ്പെൻഡ് 10 years in the jungle ഫോർ മെഡിറ്റേഷൻ ആൻഡ് അക്വയറിങ് നോളജ്. മെഡിറ്റേഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ തപസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇയാൾ 10 വർഷം കാട്ടിലേക്ക് പോയത്. ഹു വാസ് വിശാഖ? ഹൗ വാസ് ഷി റിലേറ്റഡ് ടു യവക്രി? ആരാണ് വിശാഖ? യവക്രിയുമായിട്ടുള്ള അവരുടെ റിലേഷൻ എന്താണ്? വിശാഖ വാസ് യവക്രീസ് കസിൻ പർവസൂസ് വൈഫ്. യവക്രിയുടെ കസിനായിട്ടുള്ള പർവസുവിൻ്റെ വൈഫാണ് വിശാഖ. ആൻഡ് ദേ ബിക്കെയിം ഇൻവോൾവ് ഇൻ എൻ അഫയർ. പക്ഷേ ഈ യവക്രിയുമായിട്ട് ഇവർക്കൊരു അഫയർ ഉണ്ടാവുന്നുണ്ട്. ഹൗ ഡിഡ് റബിയ ഇൻറ്റൻഡ് ടു പനിഷ് യവക്രി? ഇനി എങ്ങനെയാണ് യവക്രീനെ പനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റബിയ തീരുമാനിക്കുന്നതാണ് ചോദ്യം. റബിയ ഇൻറ്റൻഡഡ് ടു പനിഷ് യവക്രി ബൈ സമ്മോണിങ് എ ഡെമൺ ടു കിൽ ഹിം. ഒരു ഡെമണെ, രാക്ഷസനെ അല്ലെങ്കിൽ ബ്രഹ്മരക്ഷസിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ യവക്രീനെ വധിക്കാനാണ് ഇയാൾ തീരുമാനിക്കുന്നത്. വൈ ഡിഡ് യവക്രി ഹേറ്റ് റായ്ബിയാസ് ഫാമിലി? എന്തുകൊണ്ടാണ് യവക്രി റായ്ബിയയുടെ കുടുംബത്തെ വെറുത്തിരുന്നത്?
Yavakri hated Raibiya's family due to their higher position, which he believed they didn't deserve. അവരുടെ ഹയർ പൊസിഷനാണ് ഈ യാഗം നടത്തുന്നുള്ള ചുമതല, അതുപോലെ പൂജാ കാര്യങ്ങളൊക്കെ ഇവരെയാണ് ഏൽപ്പിക്കുന്നത്. അത് അവർക്ക് അർഹതയില്ല, ഇയാളുടെ കുടുംബത്തിനാണ് അതിനുള്ള അർഹത വേണ്ടതെന്നാണ് അയാൾ കരുതുന്നത്. അതുകൊണ്ടാണ് അയാൾ ഇവരെ വെറുക്കുന്നത്. വാട്ട് കോസ് ദ ഡെത്ത് ഓഫ് യവക്രി? എന്താണ് യവക്രിയുടെ മരണത്തിന് കാരണമാവുന്നത്? ദ ഡെമൺ സമ്മൺഡ് ബൈ റൈബിയ കോസ് ദ ഡെത്ത് ഓഫ് യവക്രി. റൈബിയ ഇയാളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെമൺ, ഒരു ബ്രഹ്മരക്ഷസിനെ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ കൈകൊണ്ടാണ് ഈ യവക്രി കൊല്ലപ്പെടുന്നത്. വാട്ട് ഡിസിഷൻ ഡിഡ് നിത്തലായ്സ് എൽഡേഴ്സ് ടേക്ക് വെൻ അർവസു ഫെയിൽ ടു ടേൺ അപ്പ് ബിഫോർ ദ അറ്റ് അപ്പോയിൻറ്റഡ് ടൈം? കൃത്യസമയത്ത് തന്നെ വിവാഹാലോചനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എത്താത്ത സമയത്ത് എന്താണ് നിത്തലായുടെ എൽഡേഴ്സും അതുപോലെ ഫാദറും തീരുമാനിക്കുന്നത്? നിത്തലായിസ് എൽഡേഴ്സ് ഡിസൈഡഡ് ടു ഗീവ് ഹെർ ഇൻ മാരേജ് ടു സമ്മൺ എൽസ് വെൻ അർവസു ഫെയിൽ ടു ഷോ അപ്പ് അറ്റ് ദി അപ്പോയിൻറ്റഡ് ടൈം. അർവസു കൃത്യസമയത്ത് തന്നെ എത്താത്ത കാരണം കൊണ്ട് അവിടെ ആ ചടങ്ങ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചടങ്ങ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ അവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. വൈ ഡിഡ് പർവസു പ്രിഫർ ദ ഫയർ സാക്രിഫൈസ് ടു ദ ഓസ്റ്റെരിറ്റീസ് ഇൻ ഓർഡർ ടു പ്രൊപ്പിറ്റേറ്റ് ഇന്ദ്ര? ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അയാൾ യാഗം തിരഞ്ഞെടുക്കുന്നത്? ഓസ്റ്റെരിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെ സ്വയം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വ്രതം, അതിന് പകരമായിട്ട് യാഗം നടത്താൻ വേണ്ടിയിട്ട് എന്താണ് ഇയാൾ തീരുമാനിക്കാൻ കാരണം? പർവസു പ്രിഫേർഡ് ടു ദ ഫയർ സാക്രിഫൈസ് ഓവർ ഓസ്റ്റെരിറ്റീസ് ടു പ്രൊപ്പിറ്റേറ്റ് ഇന്ദ്ര ആസ് ഇറ്റ് വാസ് എ ട്രഡീഷണൽ ആൻഡ് മോർ അക്സെപ്റ്റഡ് മെത്തേഡ്. സ്വാഭാവികമായിട്ടും നമുക്കും കേട്ടിട്ടുള്ളത് പോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ യാഗം നടത്തുക എന്നുള്ളതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യം. അതാണ് കൂടുതൽ സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് പർവസു പറയുന്നത്. ഹൗ ഡിഡ് പർവസു ജസ്റ്റിഫൈ ഹിസ് ആക്ട് ഓഫ് പാട്രിസൈഡ് ടു വിശാഖ? എങ്ങനെയാണ് പർവസു അദ്ദേഹത്തിൻ്റെ പാട്രിസൈഡ്, അതായത് പിതാവിനെ വധിച്ച പ്രവൃത്തിയെ ന്യായീകരിക്കുന്നത്? പർവസു ജസ്റ്റിഫൈഡ് ഹിസ് പാട്രിസൈഡ് ടു വിശാഖ ബൈ ക്ലെയിമിങ് ഇറ്റ് വാസ് നെസസറി, അത് അത്യാവശ്യമായിരുന്നു. ബിക്കോസ് ഹി ഹാഡ് ഡിസ്റ്റർബ്ഡ് സാക്രിഫൈസ്, ആ യാഗം തടസ്സപ്പെടുന്നതിന് അയാൾ കാരണമായി. ആൻഡ് മിസ്ബിഹേവ്ഡ് ടു വിശാഖ, വിശാഖയോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ് തൻ്റെ ന്യായീകരണമായിട്ട് അയാൾ പറയുന്നത്. വാട്ട് ഹെൽപ്പ് ഡിഡ് ദ ബ്രഹ്മരക്ഷസ സീക്ക് ഫ്രം അർവസു? അർവസുവിൽ നിന്ന് എന്ത് സഹായമാണ് ബ്രഹ്മരക്ഷസ് തേടിയത്? ദ ബ്രഹ്മരക്ഷസ സോട്ട് അർവസുസ് ഹെൽപ്പ് ടു ഗെയിൻ ഫ്രീഡം ഫ്രം എ കേഴ്സ്ഡ് സ്റ്റേറ്റ് ഓഫ് നെയ്തർ ലിവിങ് നോർ ഡൈയിങ്. ജീവിതവും മരണവും ഇല്ലാത്ത ഒരു ദുരന്ത അവസ്ഥയിൽ നിന്ന് മോചനമാണ് ഈ ബ്രഹ്മരക്ഷസ് ആവശ്യപ്പെടുന്നത്. വൈ ഡിഡ് അർവസു തിങ്ക് ദാറ്റ് ദ ഡെത്ത് ഓഫ് യവക്രി ആൻഡ് റൈബിയ വർ പാർട്ട് ഓഫ് എ കൺസ്പിറസി പ്ലാൻഡ് അഗെയിൻസ്റ്റ് ഹിം? ഈ യവക്രിയുടെയും റൈബിയയുടെയും മരണം തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയാണെന്ന് അർവസു ചിന്തിക്കാനുള്ള കാരണം എന്താണ്? അർവസു ബിലീവ് ദ ഡെത്ത് ഓഫ് യവക്രി ആൻഡ് റൈബിയ വർ പാർട്ട് ഓഫ് എ കൺസ്പിറസി അഗെയിൻസ്റ്റ് ഹിം ലിങ്ക് ടു ഹിസ് ഇൻറ്റൻഷൻ ഓഫ് റിജക്റ്റിംഗ് ഹിസ് കാസ്റ്റ് ആൻഡ് മാരിയിങ് നിത്തലായി. അദ്ദേഹത്തിൻ്റെ ജാതിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിത്തലായിയെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം കൊണ്ടാണ് ഈ ഒരു കൺസ്പിറസി അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടായെന്നാണ് അയാൾ വിചാരിക്കുന്നത്. കാരണം യവക്രി കൊല്ലപ്പെടുന്ന കാരണം കൊണ്ടാണ് കൃത്യസമയത്ത് നിത്തലായുടെ വിവാഹാലോചനയിലേക്ക് ഇയാൾക്ക് എത്താൻ കഴിയാതെ വരുന്നത്. അതുപോലെ ഈ മരണങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളും യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തെ കഷ്ടപ്പെടുത്താനുള്ള കാര്യങ്ങളായിരുന്നാണ് അർവസു കരുതുന്നത്. ഹൗ അക്കോർഡിംഗ് ടു വൃത്ര ഡിഡ് ദ ഗോഡ്സ് ചീറ്റ് ഹ്യൂമൻസ് ത്രൂ ലാംഗ്വേജ്? ദൈവങ്ങൾ എങ്ങനെയാണ് മനുഷ്യരെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഭാഷയിലൂടെ പറ്റിച്ചതെന്നാണ് വൃത്ര പറയുന്നത്. ഈ നാടകത്തിനകത്ത് യാഗത്തിനോട് ചേർന്നുകൊണ്ട് നടത്തുന്ന നാടകത്തിലെ കഥാപാത്രമാണ്. According to Vritra, the gods cheated humans through language by creating illusions and misguiding them. ഇല്യൂഷൻസ്, ആളുകൾക്ക് തോന്നലും തെറ്റിദ്ധാരണയും ഉണ്ടാക്കിക്കൊണ്ട് അവരെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടാണ് ഭാഷയിലൂടെ ദൈവങ്ങൾ മനുഷ്യരെ വഞ്ചിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വൈ കുഡ് നോട്ട് അർവസു ആസ്ക് ഇന്ദ്ര ടു റിട്ടേൺ ദ ലൈഫ് ഓഫ് നിത്തലായ്? ഇന്ദ്രൻ ഒരു വരം ചോദിച്ച സമയത്ത് ഈ നിത്തലായുടെ ജീവൻ തിരിച്ച് ലഭിക്കുക എന്നുള്ള കാര്യം അയാൾക്ക് ആവശ്യപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അർവസു കുഡ് നോട്ട് ആസ്ക് ഇന്ദ്ര ടു റിട്ടേൺ നിത്തലായ്സ് ലൈഫ് ബിക്കോസ് ഇറ്റ് വുഡ് റിവേഴ്സ് ടൈം ബട്ട് റിസൾട്ട് ഇൻ ദ സെയിം ട്രാജിക് ഇവൻറ്റ്സ് റിക്കറിങ്. കാരണം ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പുറകോട്ട് കൊണ്ടുപോകുക എന്നാണ് ഇന്ദ്രൻ പറയുന്നത്. പക്ഷേ വീണ്ടും ഇതേ ദുരന്ത സംഭവങ്ങളിലേക്ക് തന്നെയാണ് എത്തിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾക്ക് ഈ ഒരു വരം ചോദിക്കാൻ കഴിയാതെ വരുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്.
എസ് എ ക്വസ്റ്റ്യൻസും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും നമ്മളതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള എസ് എ പാരഗ്രാഫ് ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF അവൈലബിൾ ആണ്. എൻ്റെ കോൺടാക്റ്റ് ചെയ്യാൻ താഴെ കമൻസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ PDF അയച്ചു തരാൻ കഴിയും. ഒന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് യവക്രീസ് പ്ലാൻ ഓഫ് റിവെഞ്ച്? എന്തായിരുന്നു യവക്രിയുടെ റിവെഞ്ചിന് വേണ്ടിയിട്ടുള്ള, പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ? യവക്രി വാണ്ടഡ് റിവെഞ്ച് ബിക്കോസ് ഹി ബിലീവ്ഡ് ഇറ്റ് വാസ് ഹിസ് ഫാമിലി ദാറ്റ് ഡിസേർവ്ഡ് ഫെയിം ആൻഡ് പൊസിഷൻ. ഒന്നാമത് അയാൾക്ക് പ്രതികാരം വേണം എന്നുള്ള തോന്നലിൻ്റെ കാരണം അയാളുടെ കുടുംബത്തിനാണ് ഈ പദവിയും പ്രശസ്തിയൊക്കെ വേണ്ടതെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. യവക്രി പ്ലാൻഡ് റിവെഞ്ച് അഗെയിൻസ്റ്റ് റൈബിയാസ് ഫാമിലി ബൈ ഹാവിങ് എൻ അഫയർ വിത്ത് പർവസൂസ് വൈഫ് വിശാഖ. പർവസുവിൻ്റെ വൈഫ് വിശാഖയുമായിട്ടൊരു അഫയർ ഉണ്ടാക്കാനാണ് അയാൾ തീരുമാനിക്കുന്നത്. ഹി വാണ്ടഡ് ടു ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ റൈബിയാസ് ഫാമിലി. അങ്ങനെ റൈബിയയുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആ കുടുംബം തകർക്കാനുമാണ് ഇയാൾ പ്ലാൻ ചെയ്യുന്നത്. വാട്ട് റോൾ ഡസ് ദി അന്തക് പ്ലേ ഇൻ ദ പ്ലേ ദ ഫയർ ആൻഡ് ദ റെയിൻ? ഇനി നാടകത്തിൽ അന്തകിൻ്റെ റോളിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അന്തക് ഈസ് എ ഹെർമിറ്റേജ് കീപ്പർ ഹൂ ട്രൈസ് ടു പ്രിവെൻറ്റ് യവക്രി ഫ്രം ഫ്ലീയിങ് ടു ഹിസ് ഫാദേഴ്സ് ഹെർമിറ്റേജ്. ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കഥാപാത്രം ഈ ആശ്രമത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് അയാൾ വരുന്നത്. ഈ യവക്രീനെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ ഡെമൺ ബ്രഹ്മരക്ഷസ് പുറകെ വരുന്ന സമയത്ത് ഇയാൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ആശ്രമത്തിലേക്ക് വരുന്ന സമയത്ത് ഇയാളെ തടയുന്നത് ഈ കാവൽക്കാരനാണ്. ഹി യൂസ് ടു റെക്കഗ്നൈസ് ഫ്രം ഹിസ് ഫുഡ് സ്റ്റെപ്സ്. ഈ യവക്രീനെ അയാളുടെ ഫുഡ് സ്റ്റെപ്സ് വെച്ചുകൊണ്ട്, കാലിൻ്റെ ചലനങ്ങൾ വെച്ചുകൊണ്ട്, ശബ്ദം കേട്ടുകൊണ്ട് അയാൾ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ആസ് യവക്രി വാസ് റണ്ണിങ് വിത്ത് ഫിയർ ഹി കുഡിൻ റെക്കഗ്നൈസ് ഹിം. പക്ഷേ യവക്രി ജീവനും കൊണ്ട് ഓടി വരുന്ന സമയത്ത് അയാൾക്ക് ആ ഫുഡ് സ്റ്റെപ്സ് കേട്ടുകൊണ്ട് അയാളെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ അയാളെ അവിടെ കടത്തിവിടാതിരിക്കുകയും അയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ദർ ഈസ് ഓൾസോ എൻ ഐറണി ഓഫ് എ ബ്ലൈൻഡ് മാൻ ബിക്കമിങ് ദ ഗാർഡ്. അതുകൂടെ അതിനൊരു ഐറണി ഉണ്ട്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ് അവിടെ ഗാർഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിംബോളിസം ഉണ്ട്. ഈ അറിവിനും മറ്റുമൊക്കെ അന്ധരായിട്ടുള്ള ആളുകളാണ് കാവൽ നിൽക്കുന്നത് എന്നുള്ളൊരു സിംബോളിസും അവിടെ വരുന്നുണ്ട്. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് നിത്ലായ്. നിത്ലായ് ബിലോങ്സ് ടു 100 ട്രൈബ് ക്ലോസ് ടു നേച്ചർ. ഒരു ട്രൈബിലാണ് ഇവളുള്ളത്. 100 ട്രൈബ് വേട്ടയാടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ട്രൈബിൻ്റെ ഭാഗമാണ് ഇവള്. ഷീ ഈസ് പ്രാക്ടിക്കൽ, വൈസ് ആൻഡ് ഡിസ്കറേജസ് അർവസു ഫ്രം സീക്കിംഗ് റിവെഞ്ച്. അവൾ പ്രാക്ടിക്കലാണ്, അതുപോലെ വൈസ് ആണ്, അതായത് വിവേകവും പ്രായോഗിക ബുദ്ധിയുള്ള ആളാണ്. അർവസു പ്രതികാരത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിനെ നിരുത്സാഹപ്പെടുത്താനാണ് അവൾ ശ്രമിക്കുന്നത്. ബിലീവിങ് ഇറ്റ് വിൽ ലീഡ് ടു മോർ വയലൻസ്. കൂടുതൽ വയലൻസ് ഉണ്ടാവും എന്നല്ലാതെ അതുകൊണ്ടൊരു കാര്യവുമില്ല എന്നാണ് അവൾ പറയുന്നത്. നിത്ലായ് റെപ്രസെൻറ്റ്സ് ലവ് ആൻഡ് ഗോഡ്നെസ് ഇൻ കോൺട്രാസ്റ്റ് ദ നെഗറ്റീവ് ട്രേറ്റ്സ് പോർട്രേഡ് ബൈ അതർ ക്യാരക്ടേഴ്സ്. ഈ പ്ലേയിൽ ആകെ ഒരു നല്ല ക്യാരക്ടർ, നല്ല ക്വാളിറ്റീസ് വരുന്ന ക്യാരക്ടറായിട്ട് നിത്ലായാണ് വരുന്നത്. അവളിൽ സ്നേഹവും അതുപോലെ നന്മയൊക്കെയാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ള കഥാപാത്രങ്ങളിൽ ഇതുപോലെ അസൂയയും പ്രതികാരവും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. കമൻറ്റ് ഓൺ ദ പ്ലേ വിത്തിൻ ദ പ്ലേ കോൾഡ് ദ ട്രയംഫ് ഓഫ് ലോർഡ് ഇന്ദ്ര. ഈ നാടകത്തിനകത്തുള്ള നാടകം, ഈ യാഗത്തിനോടനുബന്ധിച്ചിട്ട് ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് അവർ ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. The play within the play depicts the deceptive nature of brothers against brothers. സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് അതിനകത്ത് കടന്നു വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ടെയിൽ ഓഫ് ഇന്ദ്ര ആൻഡ് വൃത്ര ഫ്രം ദ ഋഗ്വേദ. ഋഗ്വേദത്തിലെ ഇന്ദ്രനും വൃത്രയും തമ്മിലുള്ള ഒരു കഥയാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ദ പ്ലേ റെസണേറ്റ്സ് വിത്ത് ദ ബ്രദേഴ്സ് ഇൻ ദി ആക്ച്വൽ പ്ലേ. അപ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഈ നാടകത്തിൽ കാണുന്നതെങ്കിൽ അത് തന്നെയാണ് നമ്മൾ നാടകത്തിലും കാണുന്നത്. സഹോദരങ്ങൾ തമ്മിലുള്ള ജലസി, പ്രതികാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്രിങ് ഔട്ട് ദ സിംബോളിസം ഇൻ ദ ഫയർ ആൻഡ് ദ റെയിൻ. ഇനി ഇതിലുള്ള സിംബോളിസത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സിംബോളിസം ഇൻക്ലൂഡ്സ് ഫയർ റെപ്രസെൻറ്റിംഗ് ദ റിജിഡ് ആൻഡ് റിച്വലിസ്റ്റിക് ബ്രാഹ്മിൻ കൾച്ചർ, while rain symbolizes the benevolent and life-giving tribal culture. ഫയർ എന്ന് പറയുന്നത് ബ്രാഹ്മിൻ കൾച്ചറിൻ്റെ ഒരു സിമ്പിളാണ്. അത് വളരെ റിജിഡ്, ഇടുങ്ങിയതും അതുപോലെ തന്നെ മാറാത്തതുമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതേസമയത്ത് ഈ ട്രൈബൽ കൾച്ചർ എന്ന് പറയുന്നത് ലൈഫ് ഗിവിങ് ആണ്. അത് നന്മ നിറഞ്ഞതും അതുപോലെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുമാണ് എന്നാണ് സിംബലൈസ് ചെയ്യുന്നത്. ദ ടൈറ്റിൽ ആപ്റ്റ്ലി റിഫ്ലെക്ട്സ് ദ ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് ഫയർ. ഈ ഫയറിൻ്റെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, നശിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്.
ആൻഡ് ദ ലൈഫ് സസ്റ്റെയിനിങ് ക്വാളിറ്റി ഓഫ് റെയിൻ. ഈ മഴയുടെ ജീവൻ നിലനിർത്തുന്ന കാര്യവും നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. The play explores the conflict between traditional Brahmanic values and the communal, life-oriented values of the tribal community. ഇതിലൊരു തീം വരുന്നത് ബ്രാഹ്മിൺ വാല്യൂസിൻ്റെയും ട്രൈബൽ വാല്യൂസിൻ്റെയും തമ്മിലുള്ള കൺഫ്ലിക്റ്റാണ്. അപ്പോൾ ഫയർ എന്ന് പറയുന്നത് ബ്രാഹ്മിൺ വാല്യൂസിൻ്റെയും റെയിൻ എന്ന് പറയുന്നത് ട്രൈബൽ വാല്യൂസിൻ്റെയും സിമ്പലായിട്ടാണ് നമുക്ക് ഈ പ്ലേക്കകത്ത് കാണാൻ കഴിയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, Girish Karnad invents the parallel story of Arvasu's relationship with Nithalai and develops Arvasu as the antithesis to Raibia, Parvasu and Yavakri. Elucidate. ഇനി ഗിരീഷ് കർണാടിൻ്റെ അഡാപ്റ്റേഷനിൽ പുതിയതായിട്ട് ചേർത്തിട്ടുള്ള കാര്യമാണ് ഈ അർവസു നിത്ലായും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. മഹാഭാരത കഥയിൽ അങ്ങനെ ഒരു ഭാഗമില്ല. അപ്പോൾ ഒരു ആൻറ്റിതെസിസ് ഈ പർവസു, യവക്രി, അതുപോലെ റൈബിയ തുടങ്ങിയിട്ടുള്ള മറ്റ് ബ്രാഹ്മിൺ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിട്ട് അർവസുവിനെ കാണിക്കുന്നതിനാണ് ഇത് എന്നാണ് പറയുന്നത്. അർവസു ഇൻ കോൺട്രാസ്റ്റ് ദ റിജിഡ് ബ്രാഹ്മണിക് നോംസ് റെപ്രസെൻറ്റഡ് ബൈ റൈബിയ റിജക്ട്സ് ദീസ് കസ്റ്റംസ് ആൻഡ് ബിക്കംസ് ആൻ ആർട്ടിസ്റ്റ്. റൈബിയയും അതുപോലെ തന്നെ മറ്റ് ബ്രാഹ്മിൺ കഥാപാത്രങ്ങളും പറയുന്ന കസ്റ്റംസിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളായിട്ടാണ് അർവസുവിന് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. Arvasu's love for Nithalai embodies a departure from the intellectual pursuits of Parvasu and Yavakri, emphasizing emotional and natural connections. ഇനി യവക്രിയും പർവസുവും എല്ലാം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ പദവി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ സമയത്ത് അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് സ്നേഹത്തിലും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലുമാണ് അർവസുവിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഈ നിത്തലായുമായിട്ടുള്ള അയാളുടെ സ്നേഹം. ആ രീതിയിൽ മറ്റ് ബ്രാഹ്മിൺ കഥാപാത്രങ്ങളുടെ ഒരു ഓപ്പോസിറ്റ് രൂപമായിട്ട് അർവസുവിനെ നമുക്കിതിൽ കാണാൻ കഴിയാവുന്നതാണ്. ദ ഫയർ ആൻഡ് ദ റെയിൻ റിവോൾവ്സ് അറൌണ്ട് ദ ക്ലാഷ് ഓഫ് ഈഗോസ്, റിവെഞ്ച്, മിസ്യൂസ് ഓഫ് നോളജ് ആൻഡ് ഫ്രജിലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ. ഡിസ്കസ്. ഇനി ഈ പ്ലേയിലെ തീംസിനെ കുറിച്ചിട്ടാണ് അടുത്തായിട്ട് പറയുന്നത്. അതിൽ വരുന്നത് ഇതൊക്കെയാണ്. ദ പ്ലേ ഡിപ്പിക്ട്സ് എ ക്ലാഷ് ഓഫ് ഈഗോസ്. ഈഗോകൾ തമ്മിലൊരു ക്ലാഷ് അവിടെ വരുന്നുണ്ട്. ത്രൂ ദ power struggles within Raibiya's family and the rivalry between Parvasu and Yavakri. റൈബിയയുടെ കുടുംബത്തിലുള്ള പവർ സ്ട്രഗിൾ, അച്ഛനാണോ മകനാണോ ഈ യാഗം നടത്താനുള്ള സ്ഥാനം ലഭിക്കുക എന്നുള്ള കാര്യം, യവക്രിക്ക് ഇവരുടെ കുടുംബവുമായിട്ട് അയാളുടെ കുടുംബത്തിന് ഈ സ്ഥാനം വേണം എന്നുള്ള കാര്യം, അങ്ങനെ ഒരു പവറിൻ്റെ ഒരു ഈഗോ ക്ലാഷ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. റിവെഞ്ച് ഈസ് എ സെൻട്രൽ തീം. പ്രതികാരം ഒരു പ്രധാനപ്പെട്ട തീമാണ് ഇതിനകത്ത്. ഇല്ലുസ്ട്രേറ്റഡ് ബൈ യവക്രിസ് പ്ലോട്ട് ഫോർ വെഞ്ചനൻസ് ആൻഡ് പർവസുസ് പാട്രിസൈഡ്. ഈ യവക്രിയുടെ പ്രതികാരദാഹം, അതുപോലെ തന്നെ പർവസു പിതാവിനെ വധിക്കുന്നത്, അർവസു ഏറ്റവും അവസാനം സ്വന്തം സഹോദരനോട് പ്രതികാരം ചെയ്യുന്നത്, അങ്ങനെ റിവെഞ്ചിലെ പ്രധാനപ്പെട്ട ഒരു തീമാണ്. മിസ്യൂസ് ഓഫ് നോളജ് ഈസ് എവിഡൻറ്റ് ഇൻ യവക്രീസ് മാനിപ്പുലേഷൻ ഓഫ് ഹിസ് എൻക്വയർഡ് വിസ്റ്റം ഫോർ പേഴ്സണൽ ഗെയിൻ ആൻഡ് റിവെഞ്ച്. 10 വർഷത്തെ തപസ്സൊക്കെ കഴിഞ്ഞിട്ട് അറിവുള്ള ആളെന്ന് പറഞ്ഞിട്ട് യവക്രി വന്നിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറിവ് ഉപയോഗിക്കാനാണ് ആൾ ശ്രമിക്കുന്നത്. അപ്പോൾ മിസ്യൂസ് ഓഫ് നോളജ് നമുക്കിവിടെ ഒരു തീമായിട്ട് കാണാൻ വേണ്ടി കഴിയും. The fragility of human nature is explored in the characters' emotional responses. വൈകാരികമായിട്ട് പ്രകടിപ്പിക്കുന്ന, വൈകാരികമായിട്ട് പെരുമാറുന്ന ക്യാരക്ടേഴ്സാണ്. അതിലൂടെ അവരുടെ ഫ്രിജിലിറ്റി, ഒരു ദൗർബല്യം, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ദൗർബല്യം അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ലീഡിങ് ടു ട്രാജിക് കോൺസിക്വൻസസ്. അങ്ങനെ വൈകാരികമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളാണ് ദുരന്തങ്ങളിലേക്ക് അവരെ നയിക്കുന്നത്. The treatment and adaptation of myth in the fire and the rain. ഇനി ഒരു മിത്തോളജിക്കൽ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള അഡാപ്റ്റേഷനാണ്. അപ്പോൾ മിത്തും ഇതും തമ്മിലുള്ള ഈ ഡിഫറൻസുകളും അതുപോലെ സിമിലാരിറ്റീസും ആണ് അടുത്തായിട്ട് പറയുന്നത്. കർണാഡ് അഡോപ്റ്റ്സ് ദ മിത്ത് ഓഫ് യവക്രി ഫ്രം ദ മഹാഭാരത, ഇൻട്രൊഡ്യൂസിങ് സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് ടു എക്സ്പ്ലോർ കണ്ടംപററി തീംസ്. ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട് ഈ മഹാഭാരത കഥയിൽ നിന്ന് ഇയാളുടെ അഡാപ്റ്റേഷനിൽ. ഒന്ന് നമുക്കറിയാം, ഈ റൈബിയ എന്ന് പറയുന്ന കഥാപാത്രം സ്വന്തം മകന് ഈ യാഗം നടത്താനുള്ള ഒരു സ്ഥാനം ലഭിക്കുന്ന സമയത്ത് അസൂയുള്ള ആളായിട്ടാണ് അഡാപ്റ്റേഷനിൽ വരുന്നത്. പക്ഷെ മിത്തിൽ അങ്ങനെയല്ല വരുന്നത്. അതുപോലെ തന്നെ ഈ യവക്രിയുടെ പിതാവും ഈ റൈബിയയും സഹോദരങ്ങളായിട്ടാണ് അഡാപ്റ്റേഷനിൽ വരുന്നത്, ഒരു കുടുംബത്തിനകത്തുള്ള പ്രശ്നം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് മിത്തിനകത്ത് അവർ സുഹൃത്തുക്കളായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പർവസു സ്വന്തം പിതാവിനെ മനഃപൂർവ്വം കൊല്ലുന്നതായിട്ടാണ് നമുക്ക് ഈ അഡാപ്റ്റേഷനിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ മിത്തിനകത്ത് അത് ഈ ഒരു ആക്സിഡൻ്റലായിട്ട് അറിയാതെ സംഭവിക്കുന്ന കാര്യമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിശാഖ എന്ന് പറയുന്ന കഥാപാത്രം അഡാപ്റ്റേഷനകത്ത്
തന്നെ ഒരു റിവെഞ്ചിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് ആ വെള്ളം എടുത്ത് കളയുന്ന രംഗമുണ്ട്. പക്ഷേ മിത്തിനകത്ത് അങ്ങനെ വിശാഖ മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. വിശാഖയുടെ രൂപമുള്ള ഒരു സ്ത്രീനെ സൃഷ്ടിച്ചുകൊണ്ട് അവരാണ് ഈ വെള്ളം കളയുന്നത് നമ്മുടെ മിത്തിനകത്ത്. ഈ രീതിയിൽ ഉള്ള ഒരുപാട് ഡീവിയേഷൻസ് ഈ മിത്തിലും അഡാപ്റ്റേഷനിലും തമ്മിലുണ്ട്. The play weaves the myth into a socio-political context, addressing issues of caste, power and societal conflicts. അതുകൂടാതെ ഈ അഡാപ്റ്റേഷനകത്ത് വേറെ തീംസ് വരുന്നുണ്ട്. പൊളിറ്റിക്കൽ കണ്ടെക്സ്റ്റ്, സോഷ്യൽ കണ്ടെക്സ്റ്റ്, അതായത് ജാതികൾ തമ്മിലുള്ള, സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നുള്ള രീതിയിലേക്ക് തീം വരുന്നുണ്ട്. അതിനുവേണ്ടി പ്രധാനമായിട്ട് വരുത്തിയിട്ടുള്ള മാറ്റം അർവസുവിൻ്റെ ഒരു നിത്തലായുമായിട്ടുള്ള പ്രണയം, അങ്ങനെ രണ്ട് ജാതികൾ തമ്മിലുള്ള സംഘർഷം എന്നുള്ള കാര്യം ഈ മിത്തിലില്ലാത്തതും അഡാപ്റ്റേഷനിൽ കർണാട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ രീതിയിലാണ് കർണാട് ഈ മിത്തിനെ അഡാപ്റ്റ് ചെയ്തതിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.